അഡ്ജസ്റ്റ് ചെയ്ത് ഫോക്കസ് ചെയ്യും. സൂം. സോഷ്യൽ മീഡിയ അതിപ്രസരം. അർത്ഥവ്യാഖ്യാനങ്ങളുടെയോ വിവരണത്തിൻ്റെയോ ആവശ്യമില്ലാത്ത വാക്കാണല്ലേ. നല്ല രീതിയിലും അതിലുപരി മോശം രീതിയിലും കൈകാര്യം ചെയ്യപ്പെടുന്ന ഇടം. ഓരോ ഫോട്ടോസിനും വീഡിയോയ്ക്കും വരുന്ന ടൈറ്റിലും തംബ്നെയിലും ഒക്കെ കണ്ടാൽ പറയാൻ വാക്കുകളില്ല. ചലച്ചിത്ര താരങ്ങൾക്കും സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഫെയിമിൽ നിൽക്കുന്നവരുടെ, പ്രത്യേകിച്ച് ലേഡീസിൻ്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്നത് അതിപ്രഗത്ഭരായ ക്യാമറാമാന്മാരാണ്. അവർക്കറിയാം എവിടെ ക്യാമറ വെച്ചാൽ ചാനൽ റീച്ച് ആകാനുള്ള കണ്ടന്റ് കിട്ടുമെന്ന്. ഇത്തരത്തിൽ വൈഡ് ഷോട്ട് വെച്ച് സൂം ചെയ്ത് പ്രാവീണ്യം തെളിയിച്ച ഒരു ഓൺലൈൻ ചാനൽ നടി പാർവതി ആർ കൃഷ്ണ പൂട്ടിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ചെയ്ത ഫോട്ടോഷൂട്ടിന്റെ BTS വീഡിയോയിൽ നിന്ന് നേവൽ കാണുന്ന തരത്തിലുള്ള ഷോട്ട് സൂം ചെയ്ത് പ്രചരിപ്പിച്ച സോഷ്യൽ മീഡിയ പേജിനെയാണ് പാർവതി നിയമപരമായ രീതിയിൽ നേരിട്ടത്. ഞാൻ പൊതുവെ നിങ്ങൾക്കറിയാം, ഞാൻ ഒരുപാട് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പം കഴിഞ്ഞ ദിവസം ഇതുപോലെ ബീച്ചിന്റെ ഒരു ഫോട്ടോഷൂട്ട് ചെയ്ത സമയത്തും മാക്സിമം നെയ്വലോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ക്ലീവേജോ ഒന്നും വരാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അത് ഞാൻ കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ, ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ടാണ്. അപ്പം എൻ്റെ ഫോട്ടോഗ്രാഫറായ രേഷ്മ ബിഹൈൻഡ് ദ സീൻസ് ഇട്ട സമയത്ത്, പുള്ളിക്കാരി യൂട്യൂബിൽ ഇട്ട സമയത്ത് ഒരു മീഡിയ, രോമാഞ്ചം മീഡിയ എന്ന് പറഞ്ഞ ഭയങ്കര പേരുള്ള ഒരു മീഡിയ, അവര് അതിലേതൊരു വൈറ്റ് ഷോട്ടിൽ എൻ്റെ ഒരു നേവൽ സ്ലിപ്പ് ആവുന്നുണ്ട്. അവരത് ഭയങ്കര വൈറ്റ് ഷോട്ട് ചെയ്യുന്ന അവന്മാരത് കഷ്ടപ്പെട്ട് സൂം ചെയ്ത് അവന്മാരുടെ മീഡിയാസിലൊക്കെ ഇട്ടു. അതെടുത്ത് ഒരുപാട് പേജസിലിട്ടു. ഇന്ന് അവന്മാരുടെ അക്കൗണ്ട് ടെർമിനേറ്റ് ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവന്മാരുടെ അക്കൗണ്ട് പോയി. ഇത് എവിടൊക്കെ വരുമോ എനിക്കറിയില്ല. ആരും ഇത് പ്രതികരിക്കാത്തോണ്ടായിരിക്കും. എൻ്റെ ആവശ്യമില്ലാത്ത മ്യൂസിക് വിട്ട് സാധനങ്ങളൊക്കെ ചെയ്തത് എനിക്കിഷ്ടമല്ല. അനാവശ്യമായി തൻ്റെ ഫോട്ടോയോ വീഡിയോയോ മ്യൂസിക് ചേർത്ത് പ്രചരിപ്പിക്കുന്നത് തനിക്ക് ഇഷ്ടമില്ലെന്നും അങ്ങനെ ചെയ്താൽ അത്തരം വീഡിയോ ചെയ്യുന്ന അക്കൗണ്ടുകളെ എല്ലാം തന്നെ നിയമപരമായി നേരിടുമെന്നും പാർവതി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നുണ്ട്. പോസ്റ്റിൽ ഇങ്ങനെ പറയുന്നു: ബാക്കിയുള്ളവർ ഇതിനെതിരെ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന് എനിക്കറിയില്ല. എൻ്റെ വീഡിയോയോ ഫോട്ടോയോ ആവശ്യമില്ലാതെ എടുത്ത് അതിൽ കിടന്ന് പണിയാൻ നിന്നാൽ നല്ല പണി വാങ്ങിക്കും. ഇത് ഭീഷണിയൊന്നുമല്ല, എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യം വെച്ച് പറയുന്നതാണ്. ഞാൻ നിയമപരമായി തന്നെ മുന്നോട്ട് പോകും, ചുമ്മാ വന്ന് പറയുന്നതല്ല. നിയമപരമായി മുന്നോട്ട് പോയതുകൊണ്ടാണ് ഇന്ന് അവൻ്റെ അക്കൗണ്ട് പോയത്. ബാക്കിയുള്ളവരുടെ അക്കൗണ്ടുകൾ കളയാനുള്ള പരിപാടികളും ചെയ്തിരിക്കും. എന്ത് രോമാഞ്ചമാണെങ്കിലും കുളിരി കോരിപ്പിക്കുന്ന സാധനങ്ങളാണെങ്കിലും ശരി, ആവശ്യമില്ലാതെ എൻ്റെ സാധനങ്ങൾ ഇട്ടാൽ പണി കിട്ടും. മോശം ആംഗിളുകൾ കൃത്യമായി തിരഞ്ഞെടുത്ത് വീഡിയോയും ഫോട്ടോയും എടുക്കുന്ന ഓൺലൈൻ മീഡിയയ്ക്കെതിരെ പല നടിമാരും പലപ്പോഴായി രംഗത്ത് വരാറുള്ളതാണ്. അടുത്തിടെ എസ്തർ അനിൽ ഇത്തരം ചാനലുകളെ പരിഹസിച്ച് ഒരു കമൻ്റ് ഇട്ടിരുന്നു. നടി മാളവിക മേനോനും ഇതാണ് ആ ടീം, ആകാശത്ത് നിന്ന് ക്യാമറ വയ്ക്കുന്നവർ എന്ന ടാഗ് ലൈനോടെ ഓൺലൈൻ ചാനലിലെ കുറച്ചുപേരുടെ ഫോട്ടോസും പങ്കുവച്ചിരുന്നു.